ശവത്തിന് അഥവാ ഡെഡ് ബോഡിക്ക് രാജ്യമുണ്ടോ? അല്ലെങ്കിൽ ഏത് രാജ്യത്തെ പൗരനാണ് മരിച്ചയാൾ? സത്യം പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ജാതിയോ മതമോ അല്ലെങ്കിൽ പൗരത്വമോ ഒന്നും പ്രശ്നമല്ല എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മണ്ണാണ് എന്ന് ക്രിസ്തുമതം പഠിപ്പിക്കുന്നു. പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു ചേരുമെന്ന് ഹിന്ദുമതം പഠിപ്പിക്കുന്നു. ഇതുപോലൊക്കെ തന്നെയായിരിക്കും ഇസ്ലാം മതവും പഠിപ്പിക്കുന്നതെന്ന് കരുതുന്നു. അപ്പോൾ മരണത്തിന് ശേഷം പിന്നെ നമ്മളെല്ലാം ഭൂമിയുടെ മക്കളാവുന്നു. അത് ഭൂമി എന്ന് പറഞ്ഞത് രാജ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പിന്നീടാണ്. ഭൂമിയാണ് ആദ്യം ഉണ്ടായത്, മനുഷ്യനാണ് ആദ്യം ഉണ്ടായത്, അതിനുശേഷമാണ് രാജ്യമുണ്ടായത്. അപ്പോൾ ഇത് ഇപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിദേശങ്ങളിലൊക്കെ മരിക്കുന്ന ഇന്ത്യക്കാരുടെ ഡെഡ് ബോഡി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം, ആ മരിച്ച ആൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ആ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പറ്റൂ എന്നാണ് ഇവിടെ നമ്മുടെ സർക്കാരിലെ ചില ഗുമസ്തന്മാർ ഉത്തരവിട്ടിരിക്കുന്നത്. കാരണം ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ വിദേശകാര്യ വകുപ്പിലെ ചില ഗുമസ്തന്മാരാണ്. അല്ലാതെ സർക്കാരോ അതായത് മന്ത്രിമാരോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോ ഒന്നുമല്ല. അതാണ് നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം. പ്രവാസി നിയമമൊക്കെ ഉണ്ടെങ്കിലും അത് വ്യാഖ്യാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ഒക്കെ ഈ ഗുമസ്ത പടയാളികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു കാര്യം. ഇതിൻ്റെ കൂടെ വേറൊന്നുകൂടി ഉണ്ട്, അത് ഞാൻ പറയുന്നു. അപ്പോൾ ഈ ഡെഡ് ബോഡി കൊണ്ടുവരണമെങ്കിൽ പാസ്പോർട്ട്, ആ മരിച്ചയാൾ ഇന്ത്യക്കാരൻ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനെതിരെ ഈ അമേരിക്കയിലെ ചില പ്രവാസി നേതാക്കന്മാരൊക്കെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. അത് ഇന്നിപ്പം ഈ മലയാളിയിലും അത് സംബന്ധിച്ചുള്ള വാർത്തയുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ മരിച്ചയാൾ ചിലപ്പം പല കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് പാസ്പോർട്ട് കാണുകയില്ലായിരിക്കും. നമുക്കറിയാം, ഏറ്റവും നല്ലൊരു ഉദാഹരണം നമുക്കുണ്ട്, നമ്മുടെ പക്കലുണ്ട്. അമേരിക്കയിലെ കാര്യപ്പെട്ട ഒരു വ്യക്തി, ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരുപാട് സ്വത്തുക്കളുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന് ഭാര്യയും മക്കളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദിവസം മരിച്ചു, പെട്ടെന്നൊരു രാത്രി മരിച്ചു. പിറ്റേന്ന് നോക്കുമ്പോൾ എന്താ, അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്തുന്നതിന് പൈസ ഇല്ല. അദ്ദേഹം വലിയ പണക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാങ്കിലും ഒക്കെ വലിയ സംഖ്യകളുണ്ടാവും. പക്ഷേ എടുക്കാനായിട്ട് അവകാശികളോ അതിന് അർഹതപ്പെട്ട ആളുകളോ ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ നാട്ടുകാർ തന്നെ, ആളുകൾ തന്നെ പണം സമാഹരിച്ച് അന്ത്യകർമ്മങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് പണം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. അത് എവിടെ, എങ്ങനെ, ഏത് രീതിയിൽ വിനിയോഗിക്കണം, അല്ലെ മരണത്തിന് ശേഷം അത് എങ്ങനെ ഉപകാരപ്പെടണം എന്നുകൂടി നമ്മൾ നേരത്തെ തന്നെ ബില്ലൊക്കെ എഴുതി വെക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ശവസംസ്കാരത്തിന് പോലും പണമില്ലാത്ത ഒരവസ്ഥ പോലും വന്നു ചേരും. ഒരുപാട് പണം ഉണ്ടായിട്ടെന്ത് കാര്യം? അത് വേണ്ട സമയത്ത് ഉപകരിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ ഈ ഡെഡ് ബോഡിയുടെ കാര്യം പറയുമ്പോൾ ഈ മരിച്ച ആളുകൾ ഇപ്പോൾ ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ മരിക്കുന്നു. ഒരുപക്ഷെ അയാളുടെ പാസ്പോർട്ട് ഈ മരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അയാളുടെ പാസ്പോർട്ട് എവിടെയായിരിക്കുന്നെന്ന് മറ്റുള്ളവർക്ക് അറിയണമെന്ന് തന്നെ ഇല്ല. അയാൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും വെച്ചിരിക്കുന്നത്, സേഫ് കസ്റ്റഡിയിലായിരിക്കാം, ബാങ്ക് ലോക്കറിലായിരിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ അയാളുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കാം. ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. മൃതദേഹം നാട്ടിലേക്ക് അയക്കുകയും വേണം. പക്ഷേ ഒറിജിനൽ പാസ്പോർട്ട് ഇല്ലെങ്കിൽ മൃതദേഹം അയക്കാൻ പാടില്ല എന്നാണ് ഇവിടെ നമ്മുടെ ഗുമസ്ത സാറന്മാർ ഉത്തരവിട്ടിരിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്ന എയർ ഇന്ത്യയിലൊക്കെ അങ്ങനെ ഡെഡ് ബോഡി, ആ ഒറിജിനൽ പാസ്പോർട്ട് ഇല്ലാതിരുന്ന ഡെഡ് ബോഡി കൊണ്ടുവന്നാൽ അവർക്ക് വലിയ പിഴകൾ ചുമത്തുന്നു. അതുകൊണ്ട് എയർലൈൻസ് എല്ലാം, ഒറ്റ എയർലൈൻസും ഈ പാസ്പോർട്ട് ഇല്ലെങ്കിൽ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ, ആ മരിച്ചയാളുടെ പാസ്പോർട്ട് ഇല്ലെങ്കിൽ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ തയ്യാറല്ല. നേരെ മറിച്ച് എംബസിയിൽ നിന്നും കോൺസുലേറ്റിൽ നിന്നുമൊക്കെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഈ മൃതദേഹം കൊണ്ടുപോകുന്നതിന് യാതൊരു തടസ്സവുമില്ല, യാതൊരു പ്രശ്നവുമില്ല എന്ന്. പക്ഷേ അത് ഇന്ത്യയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ ഗുമസ്ത മുഖ്യന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതുമൂലം ഇപ്പോൾ ചിലർ ഇനി ഈ മരിക്കുന്ന ആളുകൾ, ചില ആളുകൾ നമുക്കറിയാം അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽപ്പെട്ട് മരിക്കുന്നു. അങ്ങനെയൊക്കെ മരിക്കുന്നവരുടെ പാസ്പോർട്ട് മിക്കവാറും അവിടെ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. അത് പോലീസിൻ്റെയോ കോടതിയുടെയോ കസ്റ്റഡിയിലായിരിക്കും. വളരെ കാലത്തിന് ശേഷമായിരിക്കും അത് വിട്ടുകിട്ടുന്നത്. അപ്പോൾ അത് വിട്ടുകിട്ടുന്നത് വരെ നമുക്ക് മൃതദേഹം അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. മൃതദേഹത്തിന് ഇവിടെ ബന്ധുക്കളൊക്കെ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അമേരിക്കയിലൊക്കെയുള്ള ഒരു മൃതദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എത്രയോ ഡോളർ ചിലവാകും. ഒരു $30,000 മിനിമം ചിലവാകും. ഇത്രയും ഡോളറൊക്കെ മുടക്കി നമ്മുടെ ബന്ധുക്കളുടെ അല്ലാതെ വല്ല ആരുടെയെങ്കിലും മൃതദേഹം കൊണ്ടുവരാനായിട്ട് ആരെങ്കിലും തയ്യാറാകുമോ? അപ്പോൾ തീർച്ചയായിട്ടും ആ മൃതദേഹം ബന്ധുക്കളാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവരുടേതാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കൊണ്ടുവരുന്നത്. അതിന് പ്രത്യേക രേഖകൾ തന്നെ വേണമെന്ന് നിർബന്ധിക്കുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് കോൺസുലേറ്റും എംബസിയും ഒക്കെ വേണ്ട വിധത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടാണ് അവർക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇനി ആരോരുമില്ലാത്തവർ മരിക്കുകയാണ്, അവരുടെ പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് ഉണ്ടെങ്കിലേ സർക്കാർ
കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർ ഇന്ത്യക്കാരാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ആരോരുമില്ലാതെ മരിക്കുന്ന വളരെ ചുരുക്കം കേസുകളാണുള്ളത്. അങ്ങനെയുള്ളവർ പോലും പിന്നെ അവരുടെ ബന്ധുക്കളുണ്ടാവും, അവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. അവർ നിർബന്ധിച്ചിട്ടാണല്ലോ ഈ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ഇത്രയധികം പണമൊക്കെ ചിലവഴിച്ച്. എന്തായാലും ഇക്കാര്യത്തിലൊരു മാനുഷികമായ പരിഗണനയാണ് വേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ മണ്ണിൻ്റെ മക്കളാണ്. അവിടെ രാജ്യം ഒക്കെ പിന്നീട് ഉണ്ടാവുന്നതാണ്. ആദ്യം മണ്ണാണ് ഉണ്ടായിരുന്നത്, മനുഷ്യനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ എവിടെയെങ്കിലും സംസ്കരിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് പാസ്പോർട്ട് ഇല്ലാതെ വന്നതുകൊണ്ടും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. ഈ നിയമപരമായിട്ടുള്ള പിന്നെ നിയമപ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതിൽ യാതൊരു പ്രശ്നങ്ങളും കുറ്റകൃത്യങ്ങളൊന്നും ഇൻവോൾവ്ഡ് അല്ലെങ്കിൽ അതിലൊരു പ്രശ്നവും നമുക്ക് കാണാൻ കഴിയുന്നില്ല സാമാന്യ നിലയിലുള്ള ആളുകൾക്ക്. പിന്നെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനെ സംബന്ധിച്ച് എനിക്ക് ഒരു അഭിപ്രായം പറയാനുണ്ട്, അത് ഞാൻ അവസാനം പറയാം. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി. നമ്മൾ ഈ OCI കാർഡ് കിട്ടിയപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. OCI കാർഡ് ഈ ഗ്രീൻ കാർഡൊക്കെ പോലെ പരിഗണിക്കണം. അതായത് OCI കാർഡ് മാത്രം മതി. OCI കാർഡും അമേരിക്കൻ പാസ്പോർട്ടും ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എയർപോർട്ടിലൊക്കെ നമുക്ക് ഇറങ്ങാനായിട്ട് അവസരമുണ്ടാവണം. അല്ലാതെ ആ വിസ OCI കാർഡിൻ്റെ ഒരു വിസ ഉണ്ട്, അത് സ്റ്റാമ്പ് ചെയ്ത പഴയ പാസ്പോർട്ട് ഇല്ലെങ്കിൽ പലപ്പോഴും OCI കാർഡ് പുതുക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ പാസ്പോർട്ട് പുതുക്കുമ്പോൾ ആ വിസ സ്റ്റാമ്പ് അതിൽ കണ്ടുവന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ആ പഴയ പാസ്പോർട്ട് വേണമെന്നുള്ള ആ നിയമം പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വളരെ കാലം ബഹളം വെച്ചതിന് ശേഷം സർക്കാരിൻ്റെ ഒരു ഉത്തരവ് ഇറങ്ങിയതാണ്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. OCI കാർഡും നിലവിലുള്ള പാസ്പോർട്ടും മാത്രം മതി ഇന്ത്യയിൽ വന്നിറങ്ങുന്നതിന്, യാതൊരു പ്രശ്നമില്ലാന്ന്. അങ്ങനെയാണ് കുറേ കാലമായിട്ട് നടന്നു വന്നുകൊണ്ടിരുന്ന കാര്യം. ഈയിടയ്ക്ക് ചില ആളുകൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവർ ഈ OCI സ്റ്റാമ്പ് ചെയ്ത പഴയ പാസ്പോർട്ട് വേണം. പലരും പഴയ പാസ്പോർട്ട് എവിടെയാണെന്ന് പോലും പറഞ്ഞുകൂടാ, നഷ്ടപ്പെട്ടു പോയിരിക്കാം, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിരിക്കാം. അപ്പോൾ അതെവിടെ ചെന്ന് കണ്ടുപിടിക്കും? അപ്പോൾ അത് വലിയൊരു പ്രശ്നമായി തീർന്നിരിക്കുന്നത്. എയർപോർട്ടിൽ വരുമ്പോൾ ഇത് ചോദിക്കുക, പഴയ പാസ്പോർട്ട് ചോദിക്കുക. അപ്പോൾ ആ നിയമം ഇല്ലാതാക്കിയതാണ്, അവസാനിപ്പിച്ചതാണ്, അതിന് സർക്കാർ ഉത്തരവ് വന്നതാണ്. പിന്നെ അതെങ്ങനെയാണ് പൊക്കിക്കൊണ്ട് വന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഏത് ഗുമസ്തനാണ് ഈ ഇല്ലാത്തൊരു കാര്യം പൊക്കിക്കൊണ്ട് വന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഈയിടയ്ക്ക് തന്നെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ പഴയ പാസ്പോർട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മളെല്ലാം കൂടെ വഴക്കുണ്ടാക്കി ബഹളങ്ങളുണ്ടാക്കിയാണ് പിന്നെ ആ നിയമം ഇല്ലാതാക്കി കളഞ്ഞത്. എന്നിട്ടിപ്പം അത് വീണ്ടും പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ. ഒരു കാര്യം ഇല്ലാതായെങ്കിൽ കൂടി അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട്, കാരണം അവരുടെ കൺട്രോള് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അതിനു വേണ്ടിയിട്ട് പ്രവാസികളെ എത്ര ഉപദ്രവിക്കാമോ അത്രയും ഉപദ്രവിക്കും. അതിലേറ്റവും സങ്കടകരമായ കാര്യം, ഈ പ്രവാസികൾ ഏറ്റവും അധികം പണം അയക്കുന്നതും ഈ ഇന്ത്യയുമായിട്ടുള്ള ഏറ്റവും അധികം ബന്ധമുള്ളതും അമേരിക്കയിലൊക്കെയുള്ള പ്രവാസികളാണ്. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ കേരളത്തിലേക്ക് ഏറ്റവും അധികം പണം വരുന്നത് അമേരിക്കയിൽ നിന്നാണ്, ഗൾഫിൽ നിന്നല്ല. ഗൾഫിലോട്ട് ഒരുപാട് മനുഷ്യരുണ്ടെങ്കിലും അമേരിക്കയിൽ മനുഷ്യർ കുറവാണെങ്കിലും ഏറ്റവും അധികം സമ്പത്ത് വരുന്നത് ഇങ്ങോട്ട്, പിന്നെ പണം വരുന്നത് അവിടെ നിന്നാണ്. പക്ഷെ അതിനുള്ള യാതൊരു അംഗീകാരമോ യാതൊരു നന്ദി സൂചകമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഉണ്ടായി കാണാറുമില്ല. അമേരിക്കയിൽ ഈ BJPയുടെ സംഘടനകൾ, RSSൻ്റെ സംഘടനകളൊക്കെ വളരെ ശക്തമാണ്. അവർക്കൊന്നും ഇക്കാര്യങ്ങളിലൊന്നും ഒരു കാര്യവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഈ പ്രവാസികളുടെ സ്വത്ത് വിൽക്കുന്ന കാര്യം, ആധാർ കാർഡിന് പകരം OCI കാർഡ് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യം, ഇതിലൊന്നും ഒരു കാര്യവും ചെയ്യാൻ, ഒരു സ്വാധീനം ചെലുത്താൻ അവർക്കൊന്നും കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മളെല്ലാം അവിടെ കിടന്ന് ചാകുകയുമാണ് താനും. അപ്പോൾ എന്തായാലും ഈ ഡെഡ് ബോഡിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. ഡെഡ് ബോഡി അതായാലും നമ്മുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ അന്യൻ്റെ ഡെഡ് ബോഡി ഒന്നും വലിച്ചുകൊണ്ട് വരാൻ നമുക്ക് യാതൊരു താല്പര്യമില്ല, ആരും ചെയ്യത്തില്ല. ആർക്കും ഈ ഡെഡ് ബോഡി കാണുന്നത് തന്നെ നമുക്ക് ആർക്കും അത്ര സുഖമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അത് വലിച്ചുകൊണ്ട് വരണമെങ്കിൽ നമ്മളുമായിട്ട് അത്ര ബന്ധമുള്ളതായിരിക്കണം. അപ്പോൾ അത് പിന്നെ അതിന് പാസ്പോർട്ട് വേണമെന്ന് നിർബന്ധിക്കേണ്ട ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് കോൺസുലേറ്റിൻ്റെയോ എംബസിയുടെയോ ഒക്കെ NOC ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും പറയേണ്ട കാര്യവുമില്ല. അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ OCI കാർഡ് ഗ്രീൻ കാർഡ് പോലെ അതൊരു സ്റ്റാൻഡ് അലോൺ ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കണം. അതിന് പഴയ പാസ്പോർട്ടും പഴയ പിന്നെ വിസ സ്റ്റാമ്പ്ഡ് പാസ്പോർട്ടും ഒന്നും ആവശ്യമില്ല. ആ നിയമം തിരിച്ചു കൊണ്ടുവരണം. അത് ആരാണത് ആ നിയമം ലംഘിക്കാനായിട്ട് പ്രേരിപ്പിച്ചെന്നറിയില്ല. അവർക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടത്. സർക്കാർ അന്വേഷണം നടത്തി ആരാണ് വീണ്ടും ആ തിരിമറി നടത്തിയതെന്നുള്ളതിന് ഒരു അന്വേഷണം എടുത്തി ആ കുറ്റക്കാർക്കെതിരെ നടപടി കൂടി എടുക്കുകയാണ് വേണ്ടത്. ഇനി അവസാനമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്, ഈ ഡെഡ് ബോഡി ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ പരിപാടി വാസ്തവം പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അമേരിക്കയിൽ മരിച്ച ഒരാളുടെ ബോഡി ഇന്ത്യയിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു $30,000 എന്ന് പറഞ്ഞാൽ ഒരു 25 ലക്ഷം രൂപ ചുരുങ്ങിയത് വേണ്ടി വരും. അപ്പം മരിച്ചയാൾക്ക് വേണ്ടി ഇത്രയും പണമൊക്കെ നമ്മൾ എന്തിനാണ് ചിലവഴിക്കുന്നത്? ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് എന്തേറെ പണവും എന്തേറെ കാര്യങ്ങളും ആവശ്യമുള്ളതാണ്. അപ്പോൾ അവരുടെ പണം എടുത്താണ്, ആ റിസോഴ്സ് എടുത്താണ് ഈ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഈ ബഹളം വെക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ അതിൻ്റെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ
9/11 മരിച്ചത് ഏതാണ്ട് പിന്നെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഏതാണ്ട് 2700 പേര് മരിച്ചു. അതിലിനിയും 1100 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അവരുടെയൊക്കെ ശരീര അവശിഷ്ടങ്ങൾ ഈ മെഡിക്കൽ എക്സാമിനറുടെ ഓഫീസിൽ അവിടെ ഇരിപ്പുണ്ട്, ഇപ്പോഴും തിരിച്ചറിയാതിരിക്കുന്നു. അപ്പോൾ അന്ന് പലരുടെയും ഡെഡ് ബോഡി കിട്ടുകയുണ്ടായി. അപ്പോൾ ആ ഡെഡ് ബോഡി കിട്ടിയവർ ദേ വെയർ വെരി താങ്ക്ഫുൾ എന്നാണ് അന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. അതായത് മറ്റുള്ളവർക്ക് കിട്ടിയില്ല, മറ്റുള്ളവർക്ക് ഡെഡ് ബോഡി കിട്ടിയില്ല, പക്ഷേ ഇവർക്ക് ഡെഡ് ബോഡി കിട്ടി. അതുകൊണ്ട് അവർക്ക് വളരെ നന്ദിയായിരുന്നു, വളരെ നന്ദിപൂർവ്വമാണ് അവരെ കാര്യം ഓർത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡെഡ് ബോഡി കിട്ടുമ്പോൾ അതൊരു ക്ലോഷറാണ്, നമ്മുടെ അതിനൊരു ഫൈനൽ തീരുമാനമായി. ആ ബോഡി കാണുന്നവരെ ആ ഒരു ഫൈനൽ തീരുമാനം നമുക്കാവുന്നുണ്ട്, ഒരു ക്ലോഷർ ഉണ്ടാവുന്നില്ല. അതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഈ ഡെഡ് ബോഡിയോടുള്ള ഈ താല്പര്യമെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും ഈ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ റിസോഴ്സസൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇന്നത്തെ കാലത്ത് ക്രിമേഷൻ, ഇപ്പം പിന്നെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ക്രിമേഷൻ പിന്നെ അനുവദനീയമാണ്. ക്രിമേറ്റ് ചെയ്യാം, ക്രിമേറ്റ് ചെയ്തതിന് ശേഷം അത് പിന്നെ ആഷസ് കൊണ്ടുവന്നാൽ മതി. അതിന് ഡെഡ് ബോഡിയുടെ തന്നെ അത് തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഈ മാറി ചിന്തിക്കേണ്ട ഒരു കാലവും കൂടി ഉണ്ട്. ഡെഡ് ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ആശാസ്യത ഒന്ന് ആലോചിക്കേണ്ടതുമുണ്ട്. പക്ഷേ അതുകൊണ്ട് സർക്കാർ ഇങ്ങനെയുള്ള പിന്നെ ക്രൂരമായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതിന് യാതൊരു ന്യായീകരണം ഇല്ലതാനും. എന്തായാലും പ്രവാസി സംഘടനകൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. തോമസ് ട്യൂമനും ഒക്കെ പിന്നെ പഴയ ആ ശബ്ദം, ആ മൂർച്ച കൂട്ടിയ ശബ്ദത്തിൽ നമ്മൾ ഒന്ന് രംഗത്തിറങ്ങേണ്ട കാര്യങ്ങളാണ് ഇവയൊക്കെ.